എമ്പുരാൻ എന്നുള്ള സിനിമ 100 കോടി കളക്ഷൻ അടിച്ചതിൻ്റെ ഭാഗമായിട്ട് അമ്മയായിട്ട് വനിത സ്ക്രീൻ 3 സിനിമ കാണാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി വന്നിരിക്കുകയാണ്. 30,000 ലൂമൻസിൻ്റെ 4K ലേസർ പ്രൊജക്ഷൻ വിത്ത് ഡോൾബിയുടെ സ്വന്തം ബ്രാൻഡിങ്ങിലുള്ള അറ്റ്മോസ്ഫിയറുള്ള ഒരു തിയേറ്റർ കൂടിയാണിത്. ഇത് സിനിമ ഇറങ്ങി 3-ാം ദിവസമാണ്. അങ്ങനെ എമ്പുരാൻ എന്നുള്ള സിനിമ രണ്ടാമത് കണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ 6 മണിക്കത്തെ ഷോ വനിത സിനിപ്ലക്സ് സ്ക്രീൻ 1 ഞാൻ ഈ സിനിമ കണ്ടത്. അതൊരു 4K ലേസർ വിത്ത് ഡോൾബി അറ്റ്മോസ് ആൻഡ് സ്കോപ്പ് സ്ക്രീനുള്ള ഒരു തിയേറ്ററാണ്. വനിതയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 3 സ്ക്രീനുകളും ഡോൾബി അറ്റ്മോസ് സംവിധാനവും സ്ക്രീൻ 4 DTS:X സംവിധാനമുള്ള 4 തിയേറ്ററുകളും 4K ലേസർ സംവിധാനം ഉള്ള ഒരു തിയേറ്ററാണ്. രണ്ടാമത് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഓൾറെഡി നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വനിതയിലെ തന്നെ അല്ലെങ്കിൽ വനിത സിനിപ്ലക്സിലെ സ്ക്രീൻ 3 ചൂസ് ചെയ്തത്. ഓൾറെഡി സ്ക്രീൻ 1 സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സ്ക്രീൻ 3 ഞാൻ ഇത്തവണ ചൂസ് ചെയ്തത്. വലിപ്പത്തിൽ നോക്കിയാലും ഏറ്റവും പുതിയ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ക്രീൻ 3 ഏറ്റവും അപ്ഡേറ്റഡ് സ്ക്രീൻ. അതുകൊണ്ട് തന്നെ സ്ക്രീൻ 3 ഞാൻ അമ്മയ്ക്കും എനിക്ക് വേണ്ടിയായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അനുപയ്ക്ക് വരാൻ പറ്റിയില്ല. അനുപയുടെ വീട്ടുകാരുടെ കൂടെ തൊട്ടടുത്ത ദിവസം മറ്റൊരു തിയേറ്ററിലാണ് പോയത്. അതൊരു മൾട്ടിപ്ലക്സ് ആയിരുന്നു. എന്നോട് ചോദിക്കാതെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അത് പെട്ടെന്ന് കാണണം എന്നുള്ളൊരു ചിന്താഗതിയിൽ കയറി ബുക്ക് ചെയ്ത് അവർ അബദ്ധം കാണിച്ചു. ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. അവർ സിനിമ പോയി കണ്ടിട്ട് അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ എക്സ്പീരിയൻസ് അത്ര നല്ലതല്ലായിരുന്നു എന്നാണ് എന്നോട് എല്ലാ ഫാമിലി മെമ്പേഴ്സും പറഞ്ഞത്. അതേത് തിയേറ്ററാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഞാൻ എമ്പുരാൻ കാണാനായിട്ട് വനിത സ്ക്രീൻ 3 പോയിട്ട് കണ്ടപ്പോൾ എനിക്കും അമ്മയ്ക്കും ഉണ്ടായ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അമ്മ എന്നോട് കുറച്ച് കാര്യം പറഞ്ഞത് നിങ്ങളോട് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ അമ്മക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോഴും ലൂസിഫർ എന്നുള്ള സിനിമയാണ് കഥാപരമായിട്ടും ബാക്കി എല്ലാ രീതിയിലും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, എന്നെപ്പോലെ തന്നെ. പക്ഷേ എക്സ്പീരിയൻസ് വൈസ് എമ്പുരാനിൽ അതിഗംഭീരമായ ഒരു വിഷ്വൽ ആൻഡ് സൗണ്ട് ട്രീറ്റ് ഉള്ളതായിട്ട് അമ്മക്കും ഫീൽ ചെയ്തു. അമ്മ എന്നോട് പറഞ്ഞത് ഒരു യുദ്ധം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു ഫീലിംഗ് ആയിരുന്നു സിനിമ കണ്ടു കഴിയുന്നപ്പോൾ എന്നാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പറയാതിരിക്കാൻ വയ്യ. ഈ സിനിമ കൊച്ചിയിൽ കാണാൻ ദി ബെസ്റ്റ് തിയേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വനിത, അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണെങ്കിൽ 4 സ്റ്റാർ മഞ്ഞപ്ര എന്നൊരു തിയേറ്റർ ഉണ്ട്. വനിത പോലെ തന്നെ അടിപൊളി സ്പെക്സ് ഉള്ള തിയേറ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് സെൻട്രലിൽ അല്ലെങ്കിൽ ഐസക് മറിയ തിയേറ്ററാണെന്ന് ഞാൻ പറയും. ഇത്രയാണ് എനിക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കാണാൻ പറ്റിയ നല്ല തിയേറ്റേഴ്സ് എനിക്ക് ഫീൽ ആയിരിക്കുന്നത്. അത് കൂടാതെ ഞാൻ കുറച്ച് ലിസ്റ്റ് വേറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ കേരള ഉള്ള ലിസ്റ്റ്. അത് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്ക് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ അമ്മയുടെ എക്സ്പീരിയൻസ് വനിത സ്ക്രീൻ 3 ഞാൻ ഇത്തവണ എമ്പുരാൻ കാണാൻ പോയപ്പോഴാണ് ഞാനൊരു കാര്യം എനിക്ക് കണ്ട് ബോധ്യപ്പെട്ടത്. സ്ക്രീൻ 3 പ്രൊജക്ടർ ഏറ്റവും പുതിയ പ്രൊജക്ടർ ആയതുകൊണ്ടും അത് പുതിയ സീരീസിൽ വരുന്ന പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കളേഴ്സായിരുന്നു. സ്ക്രീൻ 1 എനിക്ക് കളേഴ്സ് കുറച്ചുകൂടി ഫീൽ ചെയ്തത് സ്ക്രീൻ 3 കുറച്ചധികം ഷാർപ്പുമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അറ്റ് ദ സെയിം ടൈം ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ആയത് സ്ക്രീൻ 1 ഓഡിറ്റോറിയം കുറച്ചും കൂടി ചെറുതായതുകൊണ്ടും അവിടെ ബാൽക്കണി ഇല്ലാതെ ഒരൊറ്റൊരു സിംഗിൾ സീറ്റിംഗ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ചും കൂടി എനിക്ക് സൗണ്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഇവിടെ ബാൽക്കണി ഉള്ളതുകൊണ്ട് സൗണ്ട് കുറച്ച് സ്പ്ലിറ്റായി പോയ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ പറയണത്. എന്നാലും ഇതൊരു വെടിച്ചിൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ 1 ഇരുന്ന് കണ്ടപ്പോൾ മേ ബി ഞാൻ സ്ക്രീനിൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടി കയറി എന്നാണ് 1 കണ്ടത്. അതുകൊണ്ട് ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് കുറച്ചും കൂടി എനിക്ക് ഏറ്റവും കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കും ഒരു മറ്റൊരു റീസൺ. സ്ക്രീൻ 3 ഞാൻ ഏറ്റവും മുകളിൽ നിന്നും തൊട്ട് താഴെ ഉണ്ടായിരുന്ന സീറ്റിലാണ് ഇരുന്ന് വെച്ചത്. എനിക്കൊന്ന് അതിൻ്റെ വ്യത്യാസം ആയിരിക്കാം. എനിക്ക് സൗണ്ട് കുറച്ചുകൂടി പഞ്ചിയായിട്ട് ഫീൽ ചെയ്തത് സ്ക്രീൻ 1 ഫ്രണ്ടിലേക്ക് കയറിയിരുന്ന് കണ്ടപ്പോൾ. സ്ക്രീൻ 1 ഞാൻ ഏകദേശം 3rd റോളിൽ എങ്ങാണ്ടാണ് ഇരുന്ന് സിനിമ കണ്ടത് ഫ്രണ്ടിൽ നിന്ന്. അതുകൊണ്ട് ഭയങ്കര ഒരു എഫക്റ്റ് എനിക്ക് അവിടെ കിട്ടിയിരുന്നു. അത്രയും നെഞ്ചും കൂടം പൊളിയുന്ന ഒരു എഫക്റ്റ് 3 വന്നപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയി തോന്നി. പൊതുവെ എനിക്ക് 3 ഇങ്ങനെ തോന്നാറ്. ഇത്തവണ സ്ക്രീൻ 3 സൗണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടും സ്ക്രീൻ 1 എക്സ്പ്ലോഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയാണ്, ചിലപ്പോൾ ഞാൻ സ്ക്രീൻ 1 ഏകദേശം സ്ക്രീനിൻ്റെ വളരെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സിൻ്റെ എഫക്റ്റ് വളരെ കൂടുതൽ കിട്ടിയതാവാം. സ്ക്രീൻ 3 ഞാനിരുന്നത് ഏറ്റവും മുകളിലുള്ള സീറ്റിൽ നിന്നും തൊട്ട് അടിയിലാണ്. ബാൽക്കണിയിലല്ല, അടിയിലുള്ള ഫ്ലോറിൽ തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും ബാക്കിൽ നിന്നുള്ള സീറ്റിൽ നിന്ന് തൊട്ട് മുന്നിലത്തെ സീറ്റിലാണ് ഞാൻ ഇരുന്ന് വെച്ചത്. എനിക്ക് അവിടെയാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന്
കുറച്ച് താഴേക്ക് സ്ക്രീനിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പെറിഫറൽ വിഷനിൽ എനിക്ക് മതിൽ വരുന്നതോ അല്ലെങ്കിൽ സ്ക്രീൻ അല്ലാതെ വേറെ എന്തെങ്കിലും കാണുന്നതിനോട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. പക്ഷേ എമ്പുരാൻ്റെ ടിക്കറ്റ് കിട്ടണതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല. അപ്പോൾ കിട്ടിയത് വെച്ച് ഞാൻ ഓണം ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ടിക്കറ്റ് ഒരെണ്ണം കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്തത്. കാരണം ഞാൻ ആദ്യത്തെ ദിവസം കാണാൻ പോയപ്പോൾ ആ ബുക്കിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ല, ബുക്ക് മൈ ഷോ ഒക്കെ ക്രാഷ് ചെയ്തോ, എവിടെയെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. രണ്ടാമത് കാണാൻ അമ്മയുടെ കൂടെ പോയത് ഞാൻ 3-ാമത്തെ ദിവസമാണ്. സിനിമ ഇറങ്ങി 3-ാം ദിവസം, വ്യാഴാഴ്ച സിനിമ ഇറങ്ങി. ഞാൻ ശനിയാഴ്ച രാത്രിത്തെ ഷോ പോയതിൻ്റെയാണ് നിങ്ങൾ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് എനിക്ക് കിട്ടിയില്ല. കിട്ടിയ സീറ്റ് വെച്ച് ഞാൻ സംതൃപ്തിപ്പെടുകയാണ് ചെയ്തത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ പറയുകയാണ്, വനിതയിലുള്ള സ്ക്രീൻ 1 ആയാലും ശരി 3 ആയാലും ശരി കിഡിലൻ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എമ്പുരാൻ എന്നുള്ള സിനിമ എനിക്ക് തന്നത്. എമ്പുരാൻ എന്നുള്ള സിനിമ 2 തവണയും 4K ലേസർ വിത്ത് അറ്റ്മോസ് സംവിധാനമുള്ളൊരു തിയേറ്ററിൽ കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മസ്റ്റായിട്ട് ഞാൻ ഈ പറയുന്നത് ഒന്ന് കേൾക്കുക, ഒന്ന് പരിഗണിക്കുക. 4K ലേസറിൽ കുറഞ്ഞ് ഒരു പ്രൊജക്ഷനുള്ള ഒരു സ്ഥലത്ത് ഈ സിനിമ കാണരുത്. അതും അറ്റ്മോസ് മിക്സ് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് രണ്ടുമുള്ള തിയേറ്റർ തന്നെ സെലക്ട് ചെയ്യണം. ആക്ച്വലി അത് മാത്രമല്ല, സ്കോപ്പ് റേഷ്യോ സ്ക്രീനുള്ള തിയേറ്ററും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് ബാറും വളരെ കുറവായിരിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൾറെഡി സിനിമ കണ്ടവരോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാണാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K ലേസർ പ്രൊജക്ഷനും അറ്റ്മോസ് സംവിധാനമുള്ള ഒരു തിയേറ്റർ, അവിടെ നിങ്ങൾ ആ മാനേജ്മെൻറ്റിനെ ഒന്ന് വിളിച്ചു നോക്കി, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഇതാണോ, 4K ലേസറാണോ നിങ്ങളുടെ പ്രൊജക്ഷൻ, അറ്റ്മോസ് സംവിധാനമുള്ള തിയേറ്റർ ആണോ, സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണോ, ഇത്ര കാര്യം ഉറപ്പ് വരുത്തിയിട്ട് പോവുക. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ വെച്ച് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോയിട്ട് ആ സിനിമയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത് ടെക്നിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളും പിന്നെ കുറച്ച് പൊളിറ്റിക്സുമാണ്. അതിനകത്ത് ആ ടെക്നിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഈ സിനിമ ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ വേണം. അല്ലാതെ പാട്ടൊക്കെ അടിക്കുന്ന രീതിയിലുള്ള ശബ്ദം വരുന്ന ഒരു തട്ടുപൊളിപ്പൻ തിയേറ്ററിൽ ഒരു കച്ചറ പ്രൊജക്ഷനിൽ പോയി ഈ സിനിമ കണ്ടാൽ തീരെ ഇഷ്ടപ്പെടത്തില്ല. ലൂസിഫർ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഇവിടെ കിടക്കുകയാണ്. എമ്പുരാൻ ഒരിക്കലും എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, എമ്പുരാൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കാലിറ്റിയാണ്, ഇതിൻ്റെ വിഷ്വൽ ആൻഡ് സൗണ്ടാണ്. അത് അനുഭവിക്കണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല സ്പീക്കർ സെറ്റപ്പ്, അതായത് ഡോൾബി അറ്റ്മോസ് സംവിധാനം എന്ത് രീതിയിലാണോ ഈ സിനിമ മിക്സ് ചെയ്തിരിക്കുന്നത്, ഡോൾബി അറ്റ്മോസ് സംവിധാനം, ആ സംവിധാനമുള്ള ഒരു തിയേറ്ററും ഗംഭീരമായ ഒരു വിഷ്വൽ കാണുന്നുണ്ടെങ്കിൽ 4K ലേസർ സംവിധാനമുള്ള ഒരു തിയേറ്റർ നോക്കി സെലക്ട് ചെയ്യണം. കാരണം ഈ സിനിമയുടെ DCP 4K 5.1 IAB അല്ല, 4K 5.1 അറ്റ്മോസ് ആണ്. IAB ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് DTSX അല്ലെങ്കിൽ ഓറോ 11.1 പോയി ഈക്വലി ഒരു എഫക്റ്റ് കിട്ടിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഓറോ 11.1 ഇത് തീരെ നിങ്ങൾക്ക് മോളിൽ നിന്നുള്ള സൗണ്ട് കിട്ടണം എന്ന് ഇല്ല. DTSXൽ വർക്കാവുമെങ്കിൽ പോലും ആ ഒരു ഫുൾ DTSX ഒറിജിനൽ ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല. ഇത് അറ്റ്മോസിന് വേണ്ടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായതുകൊണ്ട് തന്നെ അറ്റ്മോസിലാണ് നിങ്ങൾക്ക് ഏറ്റവും ഗംഭീര ഔട്ട് കിട്ടുന്നത്. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. ഞാൻ തൊട്ടടുത്ത ദിവസം ഈ ഷോ കണ്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ ഞാൻ ഐമാക്സ് കൊച്ചി സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസറിൽ പോയി ഞാൻ എമ്പുരാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും അതിനെപ്പറ്റിയുള്ള വീഡിയോ വരും. അതിന് മുന്നേ തന്നെ, ആ വീഡിയോ വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾ പ്രേക്ഷകരോടൊരു കാര്യം പറയുകയാണ്, ഡു നോട്ട് വേസ്റ്റ് യുവർ ഹാർഡ് ഏൺഡ് മണി ഓൺ മൾട്ടിപ്ലെക്സസ്. പകരം ആ മൾട്ടിപ്ലെക്സസിൽ എടുക്കുന്ന ഒരു ടിക്കറ്റിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ കുടുംബത്തെ ഈ സിനിമ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല അടിപൊളി 4K ലേസർ വിത്ത് അറ്റ്മോസ് സംവിധാനമുള്ള സ്കോപ്പ് റേഷ്യോ കിഡിലൻ സ്ക്രീൻസ് വിത്ത് ലെസ് ബ്ലാക്ക് ബാറുള്ള തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് എമ്പുരാൻ എൻജോയ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം ഫാമിലി, എൻ്റെ വൈഫിൻ്റെ സ്വന്തം ഫാമിലി, അനുപയുടെ ഫാമിലി എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ സിനിമ പെട്ടെന്ന് പോയി കാണാനുള്ള ഒരു ധൃതി അല്ലെങ്കിൽ ഒരു ആർത്തി കാരണം അവർ 7ഓളം ടിക്കറ്റ് ബുക്ക് ചെയ്ത് PVR ലുലു സ്ക്രീൻ 4ൽ എമ്പുരാൻ പോയി കണ്ടു. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച
ശനിയാഴ്ച രാത്രിയാണ് ഞാനും അമ്മയും കൂടി വനിതയിൽ വീണ്ടും കാണാൻ പോയത്. ഞായറാഴ്ച 11:30 ഷോയ്ക്ക് അനുപയും വീട്ടുകാരെല്ലാവരും കൂടി PVR ലുലു സ്ക്രീൻ 4 പോയി എമ്പുരാൻ കണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ തിയേറ്റർ തീരെ ഇഷ്ടപ്പെട്ടില്ല. എക്സ്പീരിയൻസ് വളരെ മോശമായിരുന്നു എന്നാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം മര്യാദക്ക് നിഖിൽ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ മുഖാന്തരം നല്ല ഏതെങ്കിലും ഒരു 4K ലേസർ അറ്റ്മോസ് തിയേറ്ററിൽ ഈ സിനിമ ബുക്ക് ചെയ്ത് പതിയെ പോയി കണ്ടാൽ മതിയായിരുന്നു എന്ന് അവർ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് എക്സാമ്പിളാക്കി എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതാണിതേ അവർ പോയപ്പോൾ എടുത്തിട്ടുള്ള ടിക്കറ്റ്. 2500 മുടക്കി പോയി എമ്പുരാൻ എന്നുള്ള സിനിമ കണ്ടു എൻ്റെ വൈഫും വീട്ടുകാരും. പക്ഷേ സംതൃപ്തി വന്നില്ല. സിനിമ ഇഷ്ടപ്പെട്ടു, വീണ്ടും പറയാണ് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷേ എക്സ്പീരിയൻസ് പൂർണ്ണതയിലേക്ക് വന്നില്ല എന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. കാരണം പ്രൊജക്ഷൻ തീരെ ബോധിച്ചില്ല എന്ന് എൻ്റെ ബ്രദറിലോ പറഞ്ഞു. സൗണ്ട് അതിലും മോശമായിരുന്നു എന്നാണ് ബ്രദറിലോയുടെ അഭിപ്രായം. വൈഫ് അനുപയോട് ചോദിച്ചപ്പോൾ അനുപ ഇത് തന്നെ പറഞ്ഞത്. കാരണം അനുപ എൻ്റെ കൂടെ 100 ആക്ച്വലി ഒരു 300 മുകളിൽ സിനിമകൾ വനിതയിൽ എൻ്റെ കൂടെ വന്ന് കണ്ടിട്ടുള്ള ആളാണ് അനുപ. അനുപ തന്നെ എന്നോട് പറഞ്ഞു, ഏട്ടാ അവിടുത്തെ പ്രൊജക്ഷൻ തീരെ ബോധിച്ചില്ല എന്നുള്ളത്. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പറഞ്ഞു. കാരണം അവൾ അത്രയധികം സിനിമകൾ വനിതയിൽ എൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, വനിത എന്നുള്ള തിയേറ്ററിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, അവിടെ ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കണ്ടുകൊണ്ടാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 4K ലേസർ പ്രൊജക്ഷൻ സിസ്റ്റവും ഡോൾബി അറ്റ്മോസ് സംവിധാനമുള്ള ഒരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനിൽ നിങ്ങൾ പോയി ഈ സിനിമ കാണുന്നതായിരിക്കും മൾട്ടിപ്ലക്സിൽ പോകണേക്കാൾ ഭേദം എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഐമാക്സ് മൾട്ടിപ്ലക്സസിൽ ഇവിടെ നമുക്ക് കിട്ടാവുന്നതിൻ്റെ കേരളത്തിലുള്ള ദി ബെസ്റ്റ് തിയേറ്റർ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന സിനിപോളിസിൻ്റെ സ്ക്രീൻ 2 ആയ ഐമാക്സ് വിത്ത് ലേസർ. വേറെ ഒരു സ്ക്രീനും അല്ല ഞാൻ പറഞ്ഞാൽ അത് മാത്രം. എനിക്കത് മാത്രമേ അവിടെ ഇഷ്ടമുള്ളൂ. അത് ഞാനാണ് കേരളത്തിലെ ബെസ്റ്റ് തിയേറ്റർ എന്ന് ഞാൻ അവിടെ പലതവണ സിനിമ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് ഏതാ സിനിമയും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഡ്യൂൺ പാർട്ട് 2 എന്നുള്ള സിനിമയും ഇൻ്റർസ്റ്റെല്ലറോടെ കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. കേരളത്തിലെ ബെസ്റ്റ് തിയേറ്ററാണെന്ന് എൻ്റെ മനസ്സിൽ ഇടം നേടിയത്. പക്ഷെ അപ്പോഴും ഞാൻ പറയാണ്, അതേ തിയേറ്ററിൽ ഞാൻ പോയിട്ട് അടുത്ത ദിവസം രാവിലെ ഈ സിനിമ കണ്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 3 മണിയായി. അതിനുശേഷം ഞാൻ രാവിലെ നേരെ പോയിട്ട് എമ്പുരാൻ ഞാൻ ഐമാക്സിൽ കണ്ടു. അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇട്ടേക്കാം. അടുത്ത ദിവസം ഞാൻ അത് ഇടും. വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. രണ്ടും തമ്മിലുള്ള വിഷ്വൽ ആൻഡ് ഓഡിയോ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ നേരത്തെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് നിങ്ങളോട് പറയാണ്, പ്ലീസ് ഡു നോട്ട് വേസ്റ്റ് യുവർ ഹാർഡ് ഏൺ മണി ഓൺ ഓവർ പ്രൈസ് ടിക്കറ്റ്സ് ആൻഡ് മൾട്ടിപ്ലക്സസ്. ഒരുപാട് നല്ല കിഡിലൻ തിയേറ്റേഴ്സ് നമ്മുടെ നാട്ടിലല്ലാതെ ഉണ്ട്. ഏത് ജില്ലയിൽ പോയാലും കിഡിലൻ ഒരുപാട് 4K ലേസർ വിത്ത് അറ്റ്മോസ് തിയേറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഓൾ കേരള ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിരിക്കുക, എടുത്ത് നോക്കുക. വെറുതെ മൾട്ടിപ്ലക്സിൽ കൊണ്ടുപോയി നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കളയല്ലേ. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പൂർണ്ണതയിൽ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോണ്ട് വേസ്റ്റ് യുവർ മണി. അതാണ് എനിക്ക് നിങ്ങളോട് പറയണം. എനിക്ക് നിങ്ങളോട് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗൈഡൻസ് തരിക, ഓണസ്റ്റായ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് പങ്കുവെക്കുക എന്നുള്ള. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ വീട്ടുകാരുടെയോ പൈസ പോയി, നിങ്ങളുടെയെങ്കിലും പോകരുത്. അത് വെച്ചാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അവർ ധൃതി കാണിച്ചാണ്, അവരെ ആർത്തി കാണിച്ചാണ്. അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ലാലേട്ടൻ അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ചാടിക്കയറി ഈ എമ്പുരാൻ്റെ ഹൈപ്പോ എല്ലാം കണ്ടിട്ട് ഓടിപ്പോയി ഇവർ എങ്ങനെയും എത്രയും പെട്ടെന്ന് കുട്ടേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷേ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും എക്സ്പീരിയൻസ് പൂർണ്ണതയിലേക്ക് വന്നില്ല എന്ന് അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു. അവർ തന്നെ പറഞ്ഞു, ശരിയാണ്, മര്യാദക്ക് 4K ലേസർ വിത്ത് അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ പോയാൽ മതിയായിരുന്നു. കാരണം അവർ കണ്ടത് ഒരു 7.1 തിയേറ്ററിലാണ്. വൻ ഷോക്ക് എക്സ്പീരിയൻസ് ആയിരുന്നാണ് അവരെന്നോട് പറഞ്ഞത്. വൻ ഷോക്ക് എക്സ്പീരിയൻസ്. അവരുടെ എക്സ്പീരിയൻസ്, അതായത് എൻ്റെ സ്വന്തം ഫാമിലി, ഞാൻ കണ്ടവരുടെ കാര്യമില്ല പറഞ്ഞത്, എൻ്റെ സ്വന്തം ഫാമിലിയുടെ എക്സ്പീരിയൻസ് അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിങ്ങളോട് ഞാൻ പറയണമെന്നേ ഉള്ളൂ. നിങ്ങളുടെയോ പൈസ പോയി, നിങ്ങളുടെ പോകരുത്. അത് വെച്ച് പറയുകയാണ്. 2500 ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫുൾ കേരളത്തിലെ ഏറ്റവും മികച്ച തിയേറ്റേഴ്സ് എന്ന് ഞാൻ കണക്കാക്കുന്ന കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ട്. രേവതി സിനിമാക്സ്, പാരിപ്പള്ളി കൊല്ലത്തുള്ള ഓഡി 1, അതുപോലെ തന്നെ ഏരീസ് ഫ്ലെക്സ് ട്രിവാൻഡ്രത്തുള്ള ഓഡി 1, ജോസ് തിയേറ്റർ തൃശ്ശൂർ, രാഗം തിയേറ്റർ തൃശ്ശൂർ, പാലക്കാട് ലാഡർ സിനിമാസ് ലക്കിടിയിലുള്ള ഒറ്റപ്പാലത്തുള്ള, അങ്ങനെ ഒരുപാട്. ബ്രോഡ്വേ, എന്തോരം ബ്രോഡ്വേ ഐമാക്സിൽ പോയി സിനിമ കണ്ടാൽ പോലും അവിടെ 400 രൂപ ഉള്ളായിരുന്നു, 410 രൂപ എന്തോ ഉള്ളൂ. പോട്ടെ ബാക്കിയുള്ള തിയേറ്റർ നോക്കുക, എല്ലാം 200 രൂപ താഴെ ടിക്കറ്റ് പ്രൈസ്. 1000 രൂപ ഉണ്ടെങ്കിൽ ഈ
എമ്പുരാൻ 5 പേർക്ക് പോയി കാണാം, അല്ലെങ്കിൽ 5 തവണ നിങ്ങൾക്ക് 5 വ്യത്യസ്ത തിയേറ്ററുകളിൽ പോയി കാണാം. ഐമാക്സിൻ്റെ പ്രൈസ് 1000 രൂപയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് വിത്ത് പ്രൂഫ് ഞാൻ ഇട്ട് തരാം. നിങ്ങൾ കണ്ടു നോക്കുക. എൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവും. എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ് മണി ഈസ് നോട്ട് വർത്ത് ഇറ്റ് എന്നുള്ളത് ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയണം. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ആൾക്കാർ കണ്ടിട്ട് ഒരു 200-300 പേരോ അവരുടെ പൈസ ലാഭിക്കുകയാണെങ്കിൽ ലാഭിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ കയറി പറയണത്. എൻ്റെ വീഡിയോ നാളെ വരുള്ളൂ, എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ നാളെ പ്രൂഫ് കാണാനായിട്ട് കാണുക. ഇപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ എടുക്കാൻ നോക്കുക. എനിക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ എനിക്ക് ആസ് എ ബ്രദർ, ആസ് എ ഫ്രണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ മണി ഓൺ ഓവർ പ്രൈസ് ടിക്കറ്റ്സ് ആൻഡ് അൺവേർതി എക്സ്പീരിയൻസസ്. തിയേറ്റർ അൺവേർതി എന്ന് ഞാൻ പറയില്ല, ഞാൻ വീണ്ടും പറയാണ്, ഇതേ തിയേറ്ററിൽ ഇതേ ഐമാക്സ് കൊച്ചി വിത്ത് ലേസറിൽ നിങ്ങൾ പോയി ഇൻ്റർസ്റ്റെല്ലറോ ഡ്യൂൺ ടു കാണും, അല്ലെങ്കിൽ ഐമാക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സിനിമ കാണും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഐ വിൽ നെവർ റെക്കമെൻഡ് എമ്പുരാൻ ഓൺ ഐമാക്സ് തിയേറ്റർ. അത് ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു നോക്കുക, കേട്ട് നോക്കുക, ഒരു ഹെഡ്ഫോൺ വെക്കുക, കേട്ട് നോക്കുക. ഈ സിനിമയുടെ ഞാൻ കണ്ടതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഒരു സൗണ്ട് സാമ്പിൾ ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്, എടുത്ത് കേട്ട് നോക്കുക. വനിതയിലെ എക്സ്പീരിയൻസും ഈ സിനിമയുടെ ഒരു ഓഡിയോഗ്രാഫി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കിടുക്കാച്ചി എഫക്റ്റ് അറിയണമെങ്കിൽ ഇതേ സാമ്പിൾ ഞാൻ ഈ ഗൂഗിൾ ഡ്രൈവിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് കേട്ട് നോക്കുക. വെറും ചെറിയൊരു സാമ്പിൾ മാത്രം. ബാക്കി പൃഥ്വിരാജ് നിങ്ങൾക്ക് വേണ്ടി വേറെ ലെവലിൽ തിയേറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടുള്ള തിയേറ്ററിൽ പോയി കാണണമെന്നേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ കറക്റ്റ് പുള്ളി ഉദ്ദേശിച്ച രീതിയിലിരിക്കുന്ന കളർ പാലറ്റിൽ, പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന സൗണ്ടിൽ, പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ചപ്പും ചവറ് തിയേറ്ററിൽ പോയി നിങ്ങളുടെ പൈസയും പോവും, സമയവും പോവും. ഈ പറഞ്ഞ സിനിമ എന്താണോ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ 2 കാര്യങ്ങളിൽ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടാതെ പോകും. വിഷ്വൽ ഓഡിയോ സൈഡ്, പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് സിനിമ ഉണ്ടെങ്കിലും മനസ്സിലാക്കാം, പക്ഷേ ആ വിഷ്വൽ ഓഡിയോ സൈഡ് ഇമ്പാക്റ്റ്ഫുൾ ആവാകും നിങ്ങൾ കറക്റ്റ് തിയേറ്റർ എടുത്തില്ലെങ്കിൽ. അതൊരു വലിയ പങ്ക് ഈ സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇല്ലെങ്കിൽ ഈ ലൂസിഫർ പോലെ പുള്ളിക്ക് ഒരു സിനിമ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഇതുപോലൊരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്ന ആ വിഷ്വൽ ഓഡിയോ സൈഡും കൂടി നിങ്ങൾക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിനൊത്തൊരു തിയേറ്റർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അതിൽ കുറച്ച് നല്ല രീതിയിൽ മൂല്യം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാതിരിക്കുക, പക്ഷേ ആസ് എ റെസ്പോൺസിബിൾ വ്ളോഗർ, ആസ് എ പേഴ്സൺ ഹു നോസ് അബൌട്ട് ദിസ്, ഐ ആം ഷെയറിങ് മൈ ഒപ്പീനിയൻ ആൻഡ് മൈ നോളജ് ടു യു. നിങ്ങൾ അങ്ങനെ പോയി ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു തട്ട് തോളിപ്പം തിയേറ്ററിലാണ് ഈ സിനിമ കണ്ടത് നിങ്ങളെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 4K ലേസർ വിത്ത് അറ്റ്മോസ് തിയേറ്ററിൽ പോയി ഈ സിനിമ ഒന്നുകൂടെ കണ്ടു നോക്ക്. സാധനം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു എന്നുള്ളത്. എന്തായാലും സാമ്പിൾ ഇട്ടേക്കാം, അതും കൂടെ കണ്ടു നോക്കുക. എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ആഫ്റ്റർ വാച്ചിങ് 3 times ഞാൻ പറയാണ്, 3 തവണ എമ്പുരാൻ എന്നുള്ള സിനിമ 3 വ്യത്യസ്ത സ്ക്രീനുകളിൽ പോയി കണ്ടിട്ട് പറയണേ. 2 4K ലേസർ വിത്ത് അറ്റ്മോസിലും ഐമാക്സിലും കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ഏതെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തൊക്കെയുള്ള പോലത്തെ സീനോൺ ഐമാക്സിലല്ല, ഐമാക്സ് വിത്ത് ലേസർ ഏറ്റവും പുതിയ XT ടെക്നോളജിയിലുള്ള തിയേറ്ററിൽ കണ്ടിട്ടും കൂടി ഞാൻ പറയാണ്, ചൂസ് എ 4K ലേസർ വിത്ത് അറ്റ്മോസ് സ്ക്രീൻ. കാരണം ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ 4K ലേസർ ആൻഡ് അറ്റ്മോസ് സ്ക്രീൻ ആൻഡ് നോട്ട് ഫോർ ഐമാക്സ് എന്ന് ഞാൻ ആദ്യമേ പറയണം. നാളത്തെ വീഡിയോ നിങ്ങൾ കണ്ടോ, നാളെ വരുമ്പോഴേക്കും അത് പ്രൂഫ്. ഇത് ഞാൻ ഇപ്പോഴും നിങ്ങളോട് എൻ്റെ അഭിപ്രായം നിങ്ങളോട് നേരത്തെ ഇൻ അഡ്വാൻസ് ഷെയർ ചെയ്യണം. സോ ദാറ്റ് ഇതുവരെ സിനിമ കണ്ടവർ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇനി സീക്രട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. എന്തായാലും ശരി, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ എവിടെ പോയി കാണണോ മറ്റേ കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടം തന്നെ, അതിനകത്തൊന്നും ഒരു ഡൗട്ടില്ല. ഞാൻ ആസ് എ ഫ്രണ്ട്, ആസ് എ റെസ്പോൺസിബിൾ വ്ളോഗർ ഞാൻ പറയുന്നു, എടുക്കണോ വേണ്ടിയോ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ദൂരത്തടിച്ച് കളയണമെങ്കിൽ കളഞ്ഞോ, ഒരു കുഴപ്പമില്ല. ആരുടെ പൈസയായാലും പൈസയ്ക്കൊരു മൂല്യം നൽകുന്നതുകൊണ്ടും പൈസയുടെ വില അറിയാവുന്നതുകൊണ്ടും നിങ്ങളുടെ സമയത്തിനും വില കൽപ്പിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് മോശമാവരുതെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളോട് ഇത്തിരി ഇഷ്ടമുണ്ട്, അതുകൊണ്ട് പറയണേ. അല്ലെങ്കിൽ പോവില്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ, അവൻ പൈസ കൊണ്ട് തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരിക്കുമായിരുന്നു. പക്ഷേ ഞാനിത് പറയുന്നത് കുറച്ച് പേരെങ്കിലും കുറച്ച് പേർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ, കുറച്ച് എൻ്റെ വീട്ടുകാരുടെ പൈസ പോയി, നിങ്ങൾക്കോ അങ്ങനെ ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. എന്തായാലും നാളെ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.